നല്ലൊരു ഇംഗ്ലീഷ് പടത്തിന്റെ കാസറ്റാ. അല്പ എരിവും പുളിയുള്ള ഇനമാന്നാ മാത്യൂസ് പറഞ്ഞത്. വല്ല അടൽസുള്ളിയിലേനും ആയിരിക്കും. വേണ്ട കേട്ടോ, പുഷ്പെങ്ങാനും വരും, നാണക്കേടാ. അവളങ്ങനെ വന്നാൽ തന്നെ വേറെ പണിയുണ്ട്. എന്ത് പണിയാ? വീഡിയോ ഓഫ് ചെയ്യാവുന്നോ? അല്ലല്ലേ, നീ നോക്കിക്കോ. ഹായ് ഇംഗ്ലീഷ് പടം, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എന്താണ് സാറേ, വീഡിയോ നിങ്ങളെ ജോലി എടുത്തിരുന്നാ മതിയോ? പഠിക്കൊന്നും വേണ്ടേ? കോളേജ് വിട്ട് വന്നിട്ട് കുറെ നേരം പഠിച്ചു. ഇനിയിപ്പോ പടം കാണട്ടെ, എന്നിട്ട് ഇനി പഠിക്കാം. പുഷ്പേ, നീ പോയിട്ട് പൈസ കൊടുക്കുന്നത്? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അയ്യോ, ഈ നായപ്പിച്ച് മരിക്കുന്നേ ഇപ്പൊ. എപ്പടി കൊള്ളാം. Breaking my ass. That rod is making everything go up. Man, fucking cat. Fucking you. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ നീ എടുത്തു വരുള്ളൂ. നീ ഒരു ആപ്പിൾ ജ്യൂസ് എടുക്കുന്നേ, നിനക്ക് ഉണ്ടാക്കാൻ അറിയാം, ഒന്ന് നോക്കട്ടെ. ആ ചെല് ചെല്. അല്ല, ഞാൻ വെള്ളം ജ്യൂസ് ഒന്നും എടുക്കാൻ പോണ്ടേ? പാട്ടും കൂട്ടും ബഹളും ഇതൊന്നും നിർത്തിക്കാൻ ഒരു വഴിയുണ്ട് ചന്ദ്രേട്ട. ഡോക്ടർ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് പോരും തോന്നി. കഴിഞ്ഞ തവണ ഞാൻ ഫോൺ ചെയ്ത് നിങ്ങൾ വന്നപ്പോഴേക്കും അവർ സമർത്ഥമായിട്ട് ഒളിച്ചു കളഞ്ഞു. ഇത്തവണ അത് പാടില്ല. ഡോക്ടർ പൊയ്ക്കോളൂ, ഞാൻ ഇപ്പൊ തന്നെ വേണ്ടത് ചെയ്യാം. ഐ വിൽ ഡീൽ വിത്ത് ദം. നോ ഇൻസ്പെക്ടർ, ഇത്തവണ ഞാനും കൂടെ വരാം. ഇഫ് യു ഹാവ് നോ ഒബ്ജെക്ഷൻ. ഓഫ് കോഴ്സ് നോട്ട്.
കണ്ടമാനം പണവും അതിലേറെ സ്വാധീന ശക്തിയുള്ള ഇവിടുത്തെ പ്രമാണിമാർക്ക് എങ്ങനെ ഉണ്ടായ വേഷവിത്തുകളാണ് ഇതൊക്കെ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അവന്റെ ഒക്കെ വിചാരം. ഇന്ന് കണ്ടോ ഇവന്റെ ഒക്കെ നട്ടലിയാൻ തല്ലി ഓടിക്കും. സോറി സാർ. സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ 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 ഹരിഹര സുഖൻ അയ്യൻ അയ്യപ്പ സ്വാമി സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി ശരണം അയ്യൻ ശരണം അയ്യപ്പ ശരണം ഇതാണോ ഡോക്ടർ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത പബ്ലിക് ന്യൂസൻസ്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സർ. എങ്കിൽ നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ. മതപരമായ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇക്കാലത്ത് ഇത്രയും ഭക്തിയുള്ള ചെറുപ്പക്കാരോ? സ്വാമിയേ ശരണവയ്യപ്പ ശരണവയ്യപ്പ അവൽ ബാന്ധവ. രാവിലെ ഓടുന്നതൊക്കെ ആരോഗ്യത്തിന് നല്ലതാ. പക്ഷേ പേസ്റ്റ് ഉള്ളിൽ പോയി അത് ആരോഗ്യത്തിന് കേടാ. എന്റെ മുന്നേ പല്ല് തേച്ചിട്ട് ഓടിയാ മതി. കേട്ടോ? എങ്ങോട്ടല്ല അങ്ങോട്ടോ. ഓടിയോ. നാട്ടിൽ നിന്ന് ശേഖരമ്മാവന്റെ കത്ത. പുഷ്പയുടെ പരീക്ഷ അടുത്ത മാസം കഴിയല്ലേ. ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതി. സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു ഡോക്ടറുടെ ആലോചന വന്നിട്ടുണ്ട്. അമ്മാവന്റെ അടുത്ത ചെങ്ങാതിനെ സന്താനം എന്താ വേണ്ടെന്ന്. ഒന്നും വേണ്ടെന്ന് അങ്ങ് മറുപടി എഴുതിയേക്ക്. ഒന്നും വേണ്ടെന്നോ? അതെ, എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. അയ്യോ, ഇപ്പോഴല്ല, ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട്. കേട്ടോ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, ചിലപ്പോ റാങ്കും. മെറിറ്റിൽ തന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടുണ്ടാവില്ല. എനിക്കൊരു ഡോക്ടർ ആവണം, ശാരി ചേച്ചി പോലെ. എന്നിട്ട് മതി ആലോചനയും ബഹളമൊക്കെ. അതെ, ശരി, കൊള്ളാമല്ലോ. നിന്റെ മനസ്സിൽ ഇത്രയും വലിയൊരു ആഗ്രഹം ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരറിഞ്ഞു? ചേട്ടത്തെ പോലെ ആളെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. നടക്കട്ടെ. അവള് പറഞ്ഞതാ ശരി. ശേഖരമാവൻ ഇന്ന് തന്നെ എഴുതിക്കോളൂ. സ്റ്റേറ്റിലെ ഡോക്ടർക്ക് പെണ്ണ് കിട്ടാൻ ധൃതിയുണ്ടെങ്കിൽ വേറെടുത്ത് ആലോചിക്കാൻ. അതല്ല, എന്റെ പുഷ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇനി 5-6 കൊല്ലം കൂടി കണ്ണടച്ച് കാത്തിരിക്കാൻ. ദാറ്റ്സ് കറക്റ്റ്.
സാർ ഇപ്പൊ തികച്ചും നോർമലാണ്. അധികം സ്ട്രെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി, ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഡോക്ടർ രാമേന്ദ്രൻ ഇവിടെ അന്തസ്സായി ജീവിക്കുന്ന ഒരു ലോ അബൈഡിംഗ് സിറ്റിസനാണ്, റെസ്പെക്ടബിൾ ജെന്റിൽമാൻ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അതെ അതെ അതെ, ആള് മാറിയത് തന്നെ. സത്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മാവൻ ഇവിടുത്തെ MP ആണ്. ഞാനൊരു കള്ളക്കേസ് ഉണ്ടാക്കാൻ നടന്നാൽ അതിന് നടക്കാൻ അങ്ങർക്ക് കൂടിയാ. അതെങ്കിലും ഞാൻ ഓർക്കണ്ടേ? നേരത്തെ മുതലേ എന്താണെന്ന് അറിയില്ല, ആ ഡോക്ടർക്ക് ഞങ്ങളോട് എന്തോ കരുതി കൂട്ടിയ ശത്രുത പോലെയാ, അല്ലേ? സാറിന് തന്നെ അറിയില്ലേ, 2 തവണ ഒരു കാര്യമില്ലാതെ ഞങ്ങളെ കുറിച്ച് ഇവിടെ കംപ്ലൈന്റ് പോയി വന്നില്ലേ? ഞങ്ങൾ ബൈക്കിൽ പതുക്കെ അങ്ങനെ വരുമ്പോഴാ ആ ഡോക്ടർ എതിരെ വന്ന് ഞങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഡോക്ടറാണ് നിങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അനിയന്മാരെ. ശരിയാ, ആരും അങ്ങനെയും വിശ്വസിക്കും. പക്ഷേ ഇത് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാ. ഡോക്ടർ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് വിചാരിച്ച് അങ്ങയുടെ പേര് കേസ് ചാർജ് ചെയ്യാതിരിക്കരുത്. എക്സ്ക്യൂസ് മീ സർ. വെൽ ഡോക്ടർ, നിങ്ങൾ വന്നു നന്നായി. ഇവര് പറയുന്നത് ഈ കുട്ടികളുടെ പേരിൽ നിങ്ങൾ മുഴുമിപ്പിക്കണമെന്നില്ല, വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഇവര് പറഞ്ഞത് പകുതിയിലധികം കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്റെ അനുജന്മാരാകാൻ മാത്രം പ്രായമുള്ള ഇവരെ ഞാൻ വഴിയിലിട്ട് തല്ലിച്ചതച്ചു എന്നാണല്ലോ പരാതി. ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് സാക്ഷികൾ വേണം. സോറി, ഐ ഹാവ് നോ വിറ്റ്നസസ്. ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഇവരുടെ ഭാഗത്തും സാക്ഷികളില്ല. അതുകൊണ്ടാണല്ലോ കംപ്ലൈന്റ് ലോഡ് ചെയ്യുന്നില്ല എന്നൊരു ഔദാര്യം നേരത്തെ ഡിക്ലെയർ ചെയ്തു. ഞാൻ വന്നത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് പുറത്തേക്ക് വരും, ഇവരെ കൂടെ കൂട്ടിക്കോളൂ. നടന്നാട്ടെ. കാണുണ്ടോ? നല്ല ഒന്നാന്തരം കാറ് തവിട് പൊടിയായി. തവിട് പൊടിയാക്കി അനിയന്മാരെ തുടരുത്. ഇത് ചെയ്തത് ഇവരൊക്കെ കൂടെയാണ്. ഇതിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ തെളിവുകളില്ലാത്തതുകൊണ്ടും ഇവരിവിടുത്തെ പ്രമാണിമാരുടെ മക്കളായതുകൊണ്ടും ഇവർ രക്ഷപ്പെടും. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ നീതി നിർവഹണം. അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ഇത് വളരെ ക്രൂരമായി പോയി സാർ. ചന്ദ്രേട്ടൻ അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലിവിറ്റ്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? അതല്ല ശാരദേ, തുടർച്ചയായി ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ അവരെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത്. അവർ ചെയ്യുന്നത് മുഴുവൻ അക്രമവും തോന്നിയാസും. സത്യവും നീതിയും മാത്രം നോക്കുന്ന നമുക്കോ എപ്പോഴും തോൽവി. അവരുടെ ഈ ജയം പെർമനന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ചന്ദ്രേട്ടന്? ആർക്കറിയാം, ചിലപ്പോ തോന്നും യുവമാര് ചെയ്യുന്ന പോക്കിരിത്തരങ്ങളൊക്കെയാണ് ഇവിടുത്തെ ശരിയെന്ന്. അത് മനസ്സിലാക്കി ഒപ്പത്തിനൊപ്പം നീങ്ങാതെ നമ്മളാണ് തെറ്റിയുന്നത്. മണ്ടത്തരം പറയാതിരിക്കും. എന്തെങ്കിലും സൂത്രം കാണിച്ച് തൽക്കാലം അവന്മാർ രക്ഷപ്പെട്ടെന്ന് കരുതി തെറ്റ് ശരിയായി മാറും. ഇന്നല്ലെങ്കിൽ നാളെ ഉപ്പ് തിന്നാൻ വെള്ളം കുടിച്ചത് തന്നെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ ചില നേരത്തെ അനുഭവങ്ങൾ കാണുമ്പോൾ തലക്കകത്ത് ഇരുട്ട് കയറുക. മാച്ച് എഡു അബൌട്ട് നത്തിങ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത് ഇതിനാണ്. സാറൊന്ന് എഴുന്നേറ്റ് ഈ കാപ്പി കുടിച്ചിട്ട് ഒന്ന് വേഗം റെഡിയാവും. ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ കാത്തിരിക്കുന്നുണ്ടാവും. തൽക്കാലം നമ്മുടെ ശരി അവിടെയാണ്. കുടിച്ചേ.
Pretenders? Until we met. Fools die. My true love. When your lover leaves. Never leave me. Never love a stranger. ഇതെന്താ വില കിലോയ്ക്ക്? 90 രൂപ. കുപ്പി ഉടക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെന്തൊന്നും നോക്കി അല്ല ഡോക്ടർ, 30ാമത്തെ ബർത്ത്ഡേ അല്ലേ അദ്ദേഹത്തിന്റെ? അപ്പോഴെങ്ങനെ 30 മെഴുകുതിരി കത്തിക്കോ? അതിനുള്ള ഷോർട്ട് കട്ട് സായിപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. 3 വലിയ മെഴുകുതിരി കത്തിച്ചാ മതി. കാണാൻ കൊള്ളാവുന്ന നഴ്സുമാരുണ്ടെങ്കിലേ ഹോസ്പിറ്റൽ നല്ല കോളായിരിക്കും അല്ലേ അറിയാ? അതിനിപ്പോ ഡോക്ടറും കാണാന് അത്ര മോശമൊന്നുമല്ല. അതും ശരിയാ. വെറുതെ അല്ല ആശുപത്രിയിൽ ആളൊഴിഞ്ഞ നേരം കാണാത്തത്. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് തരൂ. ഈ പെങ്കച്ച് കൊള്ളാമല്ലോ. ഇതിന്റെ പേരെന്താ ഡോക്ടറെ? ഇതിനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തരം പഞ്ചാരി അടിയാകുമല്ലോ എന്ന് കരുതിയാ ഡോക്ടറെ വിളിച്ചത്. ഒന്ന് പറഞ്ഞേ ഡോക്ടർ. മിസ്റ്റർ, നിങ്ങൾ അനാവശ്യം പറയാതെ മുന്നിൽ പോകുന്നുണ്ടോ? കണ്ടോ, ദേഷ്യം വരുമ്പോ ഡോക്ടറിന്റെ പുരിയ കിടന്ന് പറയുന്നത് കണ്ടോ? മെഡിസിന് പഠിച്ചതിന് പകരം വല്ല സിനിമയിലും ചെന്ന് ചേർന്നിരുന്നെങ്കിൽ ഒരു ഡസൻ ഉർവശിയെങ്കിലും കിട്ടുമായിരുന്നു. അല്ല, ഡോക്ടർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? എടാ മണ്ട, അടുപ്പമുള്ളവരെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണം. ഞങ്ങൾ താനൊക്കെ ബില്ല് പേ ചെയ്തേ. ബില്ല്